എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പപ്പടത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ ഉണ്ടാക്കുന്ന രീതികൾ നിങ്ങൾക്ക് അറിയാനൊക്കെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മളെ മലബാർ ഫുഡ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് പപ്പടം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണുന്നതിന് വേണ്ടി വരും. ഇതാണ് നമ്മളെ പൊടി കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നുമാവാണ്, നിലവിൽ കിട്ടുന്ന കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നുമാവാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മെഷീനിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കാരം വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ അതുപോലെ ശുദ്ധമായിട്ടുള്ള നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ഇതിന്ന് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷീറ്റ് അടിക്കും. ഷീറ്റ് അടിച്ച് നല്ല ക്വാളിറ്റി നല്ല ഈ ഒരു രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എക്സ്ട്രൂഡർ മെഷീനിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. ഷീറ്റാക്കിയതിന് ശേഷം നമ്മൾ ഷീറ്റർ മെഷീനിലിട്ടിട്ട് ഇതുപോലെ ഒരു 10-20 പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുപാട് എത്രത്തോളം അടിക്കുന്നോ അത്രത്തോളം ക്വാളിറ്റി കൂടുന്നത്. കാരണം നല്ല സ്മൂത്തായിട്ട് വളരെ സ്മൂത്തി ആയിട്ട് വരണത്, അപ്പോഴാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി പെർഫെക്ഷൻ കറക്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഫീഡ് ചെയ്യും. ഇതിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ 3 റോളറാണുള്ളത്. അത് കട്ട് ചെയ്ത് കയറി അപ്പുറത്ത് എത്തുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്ത് കട്ടിങ് റോളറാണ്. നമ്മളെ ഡൈ ഉണ്ട്. ഇവിടെ നമ്മൾ എത്തിയിട്ട് നമുക്ക് ആവശ്യപ്രകാരമുള്ള ഡൈയിൽ വെച്ചിട്ട് നമ്മൾ ഡൈ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വളരെ ഹൈജീനായിട്ടും ഇപ്പോൾ ഇതിലൊക്കെ ക്വാളിറ്റി നമുക്ക് പല പപ്പടങ്ങളും പെട്ടെന്ന് കേടുവരുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം വെള്ളത്തിൻ്റെയൊക്കെയാണ്. വെള്ളമൊക്കെ വളരെ ശുദ്ധിയോട് കൂടിയിട്ട് ഉപയോഗിക്കണം. കാരണം വെള്ളത്തിലൊക്കെ പെട്ടെന്ന് ചെറിയ അഴുക്കൊക്കെ വന്നാൽ തന്നെ പപ്പടം പെട്ടെന്ന് ചീത്തയാവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ഹൈജീനിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ലാസ്റ്റ് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പീസായിട്ട് വരും. അതിൻ്റെ വേസ്റ്റ് തിരിച്ച് മുകളിലേക്ക് കയറിപ്പോവും. വേസ്റ്റ് മീൻസ് അതിൻ്റെ ബാലൻസ് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചോട്ട് 0 വേസ്റ്റായിട്ടാണ് വരിക. വീണ്ടും അത് ഇങ്ങോട്ട് തന്നെ വരും. ഇതുപോലെ നമുക്ക് നല്ല ക്വാളിറ്റി പപ്പടമായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നൈസിൽ പപ്പടം കിട്ടും. അതിങ്ങനെ വന്നതിന് ശേഷം നമ്മൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഈ അരിപ്പൊടി നമ്മളിതിലേക്ക് ചാടിക്കുന്നത്. ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. അരിപ്പൊടിയുടെ ഒരു അംശം അതിനിടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. ആ അരിപ്പൊടി ഇവർ കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് അരിപ്പൊടി ഇല്ലാത്ത രീതിയിൽ ഇതിൽ വീണ്ടും അത് പഴയ പോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ അരിപ്പൊടിയെല്ലാം ഒഴിവാക്കി നല്ല ഫ്രഷ് ഉഴുന്നുമാവിലുണ്ടാക്കിയ പപ്പടമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ വെച്ചെല്ലാം വെച്ച നമ്മൾ ഡ്രയറിലിട്ടിട്ട് തനതായ രീതിയിൽ നമ്മൾ ആദ്യമൊക്കെ വെയിലത്താണ് ഉണക്കിയിരുന്നത്. ഇപ്പോൾ വെയിലത്ത് നമുക്ക് ഉണക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ അതിലുണക്കുന്ന അതേ ക്വാളിറ്റി നമുക്ക് ഡ്രയറിൽ വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റത് നമുക്ക് പട്ടിയോ നായ്ക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമ്മളെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാ മെത്തേഡുകളും കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഹൈജീനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇനി ഡ്രയറും നമുക്ക് കാണാം. ഇതാണ് ഇതിനുള്ള സിസ്റ്റം വരുന്നത്. ഓരോ ലെയറാണ്. ഇതൊരു 10 മീറ്റർ അപ്പുറത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അങ്ങനെ 9 ലെയർ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ വരുമ്പോഴേക്കും നമുക്ക് പാക്കിംഗ് സെറ്റപ്പിലേക്ക് ഏകദേശം ഇത് വരുന്നതാണ്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഹൈജീനിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഇതാണ്. പിന്നെ ഇതാണ് നമ്മളെ ഔട്ട് വരുന്നത്. 9 ലെയർ കഴിഞ്ഞ് ഇതുപോലെ ഔട്ട് വരും. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റ് നമ്മൾ കൊടുത്ത ഉദ്ദേശിച്ച ഉണക്കത്തിന് കണക്കായിരിക്കും എല്ലാ പപ്പടങ്ങളും ഒരുപോലെ ഉണക്കായിട്ട് വരും. ഇവിടെ നമ്മളിതുപോലെ അടുക്കിയിട്ട് നമ്മളിവിടെ ഇതിൻ്റെ പൊടി ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ല, അരിപ്പൊടി ഇതിൽ ചാടിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അരിപ്പൊടി ചാടിക്കുന്നുണ്ട്. ആ അരിപ്പൊടി നമ്മൾ പൊടി അടിച്ച് ഫുൾ ക്ലീനാക്കിയതിന് ശേഷമാണ് നമ്മൾ പാക്കറ്റിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പാക്കിംഗ് സെക്ഷനാണ്. ഇതാണ് നമ്മളെ പാക്കിംഗ് സെക്ഷനായിട്ട് വരുന്നത്. ഇതുപോലെ നമ്മൾ പൊടി അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ഓരോ ഗ്രാമാണ് 20, 30, 35, 40, 50 അങ്ങനെ പല കാറ്റഗറിയിലുള്ള പാക്കറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് 52ൻ്റെ പാക്കറ്റാണ്. മലപ്പുറം വീനസ് പപ്പടമാണ്. അപ്പോൾ അത് ക്വാളിറ്റിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചിട്ട് 15 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളെ പപ്പടത്തിൻ്റെ ടേസ്റ്റിലും ക്വാളിറ്റിയിലൊക്കെ ഉണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.